ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാമിലി ലോയിലെ ഫാമിലി ലോയിലെ ഹിന്ദു മാരേജ് ആക്ട് 1955 ആണ്. ഹിന്ദു മാരേജ് റെഗുലേറ്റ്സ് ആക്ട് 1955 ഈ ലോയെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ലോയാണ്. ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആർക്കൊക്കെ മാരി ചെയ്യാം, പിന്നെ കണ്ടീഷൻസ് ഫോർ വാലിഡ് മാരേജസ്, വോയിഡ് ആൻഡ് വോയിഡബിൾ മാരേജ്, ജുഡീഷ്യൽ സെപ്പറേഷൻ, ഡിവോഴ്സ്, മെയിൻ്റെനൻസ് ആൻഡ് അലിമിനി, ഇങ്ങനെ 6 കാര്യങ്ങളാണ് ഹിന്ദു മാരേജ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഇത് അപ്ലൈ ചെയ്യുന്നത് ഹിന്ദുസ്, ബുദ്ധിസ്റ്റ്, ജെയിന്, സിഖീസ്, ഇങ്ങനെ ഇവർക്ക് 4 പേർക്കും കൂടിയാണ് ഇത് അപ്ലൈ ചെയ്തേക്കുന്നത്. എസെൻഷ്യൽ ഓഫ് വാലിഡ് മാരേജ് സെക്ഷൻ 5 ആണ്. അത് ഹിന്ദു മാരേജ് വാലിഡ് ആയിരുന്നു. ഹിന്ദു മാരേജ് വാലിഡ് ആവണമെങ്കിൽ ഒരു സ്പൗസ് മതി. അതായത് അവർക്ക് സെപ്പറേറ്റ് ലീവിങ് ഹസ്ബൻഡോ വൈഫോ ഉണ്ടാകരുത്, ഒരു സ്പൗസ് മാത്രം മതി. പിന്നെ ബോത്ത് സ്പൗസും മെൻ്റലി സൗണ്ട് ആയിരിക്കണം. ഗ്രൂമിന് 21 ഇയേഴ്സ് ഏജ് ഉണ്ടാവണം. ബ്രൈഡിന് 18 ഇയേഴ്സ് ഏജ് ഉണ്ടാവണം. പിന്നെ അവർ പ്രോഹിബിറ്റഡ് റിലേഷൻഷിപ്പിലാവാൻ പാടില്ല. പിന്നെ സബിന്ദാസും ആവാൻ പാടില്ല. അവർക്ക് കസ്റ്റംസ് അലോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എക്സെപ്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്താണ് വോയിഡ് മാരേജ് സെക്ഷൻ 11. വോയിഡ് മാരേജ് ആദ്യം ഇൻവാലിഡ് ആയിരുന്നു. വോയിഡ് മാരേജ് ഇൻവാലിഡ് ആണ്. ഈ ബിഗിനിങ് മുതൽ തന്നെ ഇൻവാലിഡ് ആണ്. അതായത് പാർട്ടീസ് അതിൻ്റെ റീസൺസ് ആണ് പാർട്ടീസ് പ്രോഹിബിറ്റഡ് റിലേഷൻഷിപ്പിലാവുന്നത്, പിന്നെ പാർട്ടീസ് സബിന്ദാസ് ആവുന്നത്, പിന്നെ ഐദർ സ്പൗസൊക്കെ ഓൾറെഡി ഹസ്ബൻഡും വൈഫും ഉണ്ടാവുന്നതാണ് വോയിഡ് മാരേജസ്. അത് സെക്ഷൻ 11 പറയുന്നത്. പിന്നെ വോയിഡബിൾ മാരേജ് സെക്ഷൻ 12 പറയുന്നത്. വോയിഡബിൾ മാരേജ് വാലിഡ് ആണ് അൺടിൽ കോർട്ട് ആദ്യം വാലിഡ് ആയിരുന്നു, എന്നിട്ട് കോർട്ട് ഇത് ക്യാൻസൽ ചെയ്തപ്പോൾ ഇത് ഇൻവാലിഡായി. ഇത് റീസൺസ് ആണ് ഇമ്പോർട്ടൻസ്. പിന്നെ മാരേജ് ബൈ ഫോൾസോടെ മാരേജ് ചെയ്യിപ്പിക്കുന്നത്, മാരേജ് ബൈ ഫ്രോഡ് രീതിയിൽ കാണിച്ച് മാരേജ് ചെയ്യിപ്പിക്കുക, പിന്നെ ബ്രൈഡ് വേറൊരാളുടെ നിന്ന് പ്രഗ്നൻ്റ് ആവുന്നത്. ഇത്ര റീസൺസ് ആണ് വോയിഡബിൾ മാരേജ് സെക്ഷൻ 12. പിന്നെ പറയുന്നതാണ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കൺജുഗൽ റൈറ്റ്സ് സെക്ഷൻ 9. അതായത് ഇതിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൗസ് അയാളുടെ പാർട്ട്ണറിനെ ഒരു റീസണബിൾ എക്സ്ക്യൂസും ഇല്ലാണ്ട് അയാളെ വിട്ടു പോവുകയാണെങ്കിൽ മറ്റേ പാർട്ട്ണറിന് കോർട്ടിൽ പോയി ഒന്നിച്ച് ജീവിക്കണമെന്ന് കോർട്ട് ഓർഡർ ചോദിക്കാം. ഇതാണ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കൺജുഗൽ റൈറ്റ്സ് സെക്ഷൻ 9 വരുന്നത്. അടുത്താണ് ജുഡീഷ്യൽ സെപ്പറേഷൻ തന്നെ സെക്ഷൻ 10 ആണ്. അതായത് കോർട്ട് അലോ ചെയ്യാണ് ഹസ്ബൻഡിനും വൈഫിനും സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കാനും പെർമിഷൻ കൊടുത്തേക്കാണ്. പക്ഷെ മാരേജ് എൻഡ് ആവില്ല. അവർ റിമെയിൻ ആയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെ ആയിരിക്കും. വേണമെങ്കിൽ അവർക്ക് റീകൺസിൽ ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് റീകൺസിൽ ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം. ഇതാണ് ജുഡീഷ്യൽ സെപ്പറേഷൻ സെക്ഷൻ 10 പറയുന്നത്. ഡിവോഴ്സ് സെക്ഷൻ 30 പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ് ലീഗലി എൻഡ് ചെയ്യുന്നത് മാരേജിലൂടെ ആയിരിക്കും. മാരേജിലേക്ക് എൻഡ് ചെയ്യുന്നത്. മാരേജ് എൻഡ് ഡിവോഴ്സ് വേണം. ഡിവോഴ്സിന് കുറച്ച് ഗ്രൗണ്ട്സ് ഉണ്ട്. അഡൾട്ടറി, ക്രൂവൽറ്റി, ഡിസേർഷൻ 2 ഇയേഴ്സ്, പിന്നെ കൺവേർഷൻ, മെൻ്റൽ ഡിസോർഡർ, ലെപ്രോസി അമെൻമെൻറ്റ് വഴി റിമൂവ് ചെയ്താണ്. വിനീരിയൽ ഡിസീസ് അമെൻമെൻറ്റ് വഴി റിമൂവ് ചെയ്താണ്. റിനൗൺസിയേഷൻ, പിന്നെ നോട്ട് ഹിയർഡ് എലൈവ് ഫോർ 7 ഇയേഴ്സ്. അതായത് അഡൾട്ടറി, അവിഹിതം, പിന്നെ ക്രൂവൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരത, ഡിസേർഷൻ 2 ഇയേഴ്സ്, പിന്നെ മാറി താമസിക്കുകയാണെങ്കിൽ ഡിസേർഷൻ. കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മതം സ്വീകരിക്കുക. പിന്നെ മെൻ്റലി ഡിസോർഡർ ഉണ്ടാകുക. പിന്നെ ലെപ്രോസി അമെൻമെൻറ്റ് വഴി വിനീരിയൽ ഡിസീസ്, മറ്റേ HIV അങ്ങനത്തെ പോലത്തെ അസുഖങ്ങളാണ് വിനീരിയൽ ഡിസീസ് എന്ന് ഉദ്ദേശിക്കേണ്ടത്. അത് അമെൻമെൻറ്റ് വഴി റിമൂവ് ചെയ്തതാണ്. പിന്നെ റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസം സ്വീകരിക്കുക. പിന്നെ 7 വർഷമായിട്ട് അയാളെ
ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിൽ അതും ഡിവോഴ്സിൻ്റെ ഗ്രൗണ്ട്സ് ആണെന്നാണ് പറയുന്നത്. പിന്നെ മെയിൻ്റെനൻസ് ആൻഡ് പെർമനൻറ്റ് അലുമിനി. ഇത് മെയിൻ്റെനൻസ് ആൻഡ് പെർമനൻറ്റ് അലുമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് മീൻസ് ഫിനാൻഷ്യൽ സപ്പോർട്ട് കേസിന് ശേഷം കൊടുക്കുന്നതാണ്. പെർമനൻറ്റ് അലുമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടൈം അല്ലെങ്കിൽ റെഗുലർ ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. ആഫ്റ്റർ ഡിവോഴ്സിന് ശേഷമായിരിക്കും ഇത് കിട്ടുക. കോർട്ട് കൺസിഡർ ചെയ്യുന്നത് ഇൻകം, പ്രോപ്പർട്ടി, ലൈഫ് സ്റ്റൈല്, നീഡ്സ്, ഇതൊക്കെയാണ് കോർട്ട് കൺസിഡർ ചെയ്യുന്നത് മെയിൻ്റെനൻസ് ആൻഡ് പെർമനൻറ്റ് അലുമിനി. അപ്പോൾ സോ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇത് ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.